കിരണെ വണ്ടി നിർത്തിയേ? ഇനി എങ്ങോട്ടാ പോണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറ. ആ റൂട്ടിൽ ഞാൻ പോവാ. നമ്മള് പല റൂട്ടിലും അന്വേഷിച്ച് നടന്ന് കുഴഞ്ഞിരിക്കുക. അനുവിനെ ആരവിനെയും എവിടെ പോയി കണ്ടെത്തും? ഒരു സൂചനയും കിട്ടുന്നില്ല. ആരവിനെ കുറിച്ച് ആർക്കും ഒരു സൂചനയും കിട്ടരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് പോലും അവളെ തേടി പിടിക്കാൻ കഴിയാത്തത്. അവരെ തേടി പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അന്വേഷണം നിർത്തണമെന്നാണോ? അന്വേഷണം നിർത്തിയ എല്ലാവർക്കും സമാധാനം കിട്ടുമെങ്കിൽ അന്വേഷണം നിർത്താം. അനു ആരവിനെയും കൊണ്ട് എവിടെ പോയതായിരിക്കും? അവൾ ആരവിനെ കൊണ്ട് ഇനി സ്വന്തം വീട്ടിൽ പോയി കാണോ? ആ മണ്ടത്തരം അവള് ചെയ്യില്ല. അനുവിന്റെ വീട്ടില് അവളുടെ അമ്മയും അങ്കിളും ഇപ്പോഴും ഉണ്ട്. അമ്മ സിംഗപ്പൂരിന് പോയിട്ടില്ലെന്നാ അനു പറഞ്ഞത്. അപ്പോ അതിനും സാധ്യതയില്ല. വൃന്ദേ, നമുക്ക് അനുവിന്റെ അമ്മയെ കോൾ ചെയ്ത് അനു അവിടെ എത്തിയെന്ന് അന്വേഷിച്ചാലോ? നോ, അതെന്തായാലും വേണ്ട. നമ്മുടെ ഒരു കോള് ചെല്ലുമ്പോ തന്നെ അനുവിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും അവള് നമ്മുടെ കൂടെ ഇല്ലാന്ന്. അവരുടെ അടുത്ത കോള് റീന മാമിനായിരിക്കും. അതോടെ എല്ലാം കൈവിട്ട് പോവും. വേണ്ട, അനുവിന്റെ അമ്മയെ വിളിക്കണ്ട. അനു ഹോസ്റ്റലിൽ ഇല്ലെന്നുള്ള കാര്യം റീന മാമിനും ഹോസ്റ്റലിലുള്ള മറ്റാർക്കും അറിയില്ല. ഇതുവരെയും മനസ്സിലായിട്ടുമില്ല. അനു നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാ റീന മാം വിശ്വസിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചത്? അനു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഡ്രാമ അനു ആരോ തിരിച്ചു വരുന്നത് വരെ നമുക്ക് തുടർന്നേ പറ്റൂ. പക്ഷേ ഈ ഡ്രാമ കൂടുതൽ നാളെ നമുക്ക് കളിക്കാനാവില്ല. ഏത് സമയത്തും റീന മാമിന് അനു ഹോസ്റ്റലിൽ ഇല്ലാന്ന് ബോധ്യപ്പെടും. അതിനു മുമ്പ് അനുവിനെ ആരവിനെയും കണ്ടെത്തിയാൽ മതിയായിരുന്നു. ആരവിനെ ഒളിച്ചു താമസിപ്പിക്കാൻ അനു കണ്ടെത്തിയ സ്ഥലമാ എനിക്ക് മനസ്സിലാവാത്തത്. രണ്ടുപേരും കൂടെ ഏതെങ്കിലും കുരുക്കി ചെന്ന് വീണ് കാണൂ. അങ്ങനെ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും ഒരു വഴിയുമില്ല. അനുവിന്റെ 2 ഫോണും റൂമിലാ. അയ്യോ ദൈവമേ, ACP വിളിക്കുന്നു. ACPയോ? അയാൾ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? അയാൾക്ക് നിന്നോട് കല്യാണ സലാപം നടത്താൻ കണ്ട സമയം കൊള്ളാം. വൃന്ദ, നീ കോൾ എടുക്ക്. എനിക്ക് വയ്യ. ACPയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ മൂഡിലൊന്നും അല്ല ഞാൻ. കോള് കേട്ടായി, ഇനി വിളിക്കില്ലായിരിക്കും. വീണ്ടും വിളിക്കുന്നു. നീ ആ കോൾ എടുക്ക്. എനിക്ക് പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കേ. വൃന്ദേ, നീ ഫോണിങ് എടുക്ക. ഹായ് വൃന്ദ. വൃന്ദ തിരക്കിലാണോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? സർ, ഞാൻ വൃന്ദയല്ല, കിരണ. താനായിരുന്നു? അത് കോൾ എടുത്തപ്പോ പറഞ്ഞൂടായിരുന്നു? ആദ്യമേ അവള് വൃന്ദയല്ലെന്ന് പറഞ്ഞാൽ നന്നായി. വൃന്ദ എവിടെ? സർ, വൃന്ദ ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയി സർ. നിങ്ങളെല്ലാരും പുറത്താണോ? അതെ സർ, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതിനായിട്ട് ഇറങ്ങിയതാ. പിന്നെ ഫോണ് വൃന്ദയ്ക്കൊന്ന് കൊടുക്കോ? എന്ത് പറയണം? വൃന്ദ, നീ സംസാരിക്കേ. എനിക്ക് പറ്റില്ല, നീ തന്നെ സംസാരിച്ചാ മതി. ACP ഇതിനെ വിളിച്ചേം ചോദിക്കേ. അത് ചോദിച്ച് പ്രശ്നമാക്കണ്ട. ഹലോ കിരൺ. കിരൺ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. വൃന്ദ പുറത്തെങ്ങാനും ഉണ്ടോന്ന് ഞാൻ നോക്കിയതാ. ഇവിടെയെങ്ങും ഇല്ല സർ. വൃന്ദ തിരിച്ചു വരുമ്പോ ഞാൻ സാറിനെ വിളിക്കാൻ പറയാം. ഇനിയും വൃന്ദ കോൾ എടുക്കാതെ കിരണിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണോ? അല്ല സർ. ACP അതും കണ്ടുപിടിച്ചു. വേറെ ആരോടെ സംസാരിക്കുന്നേ? അത് മേഘയാ സർ. ഫോൺ അവൾക്ക് കൊടുക്കണോ സർ? എനിക്ക് സംസാരിക്കണ്ട. വൃന്ദ വരുമ്പോ തിരിച്ച് വിളിക്കാൻ പറയാം സർ. വൃന്ദ തിരിച്ചു വിളിക്കണമെന്നില്ല. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേക്കോ?
നിങ്ങൾ 5 പേരും ഇവിടെ വന്ന് എന്നെ കാണണം. ഇന്ന് തന്നെ കാണണം. ACP നമ്മളെ കാണുമെന്ന് പറഞ്ഞത് എന്തിനാന്ന് നീ എന്താ ചോദിക്കാതിരുന്നേ? ചോദിക്കുന്നതിന് മുന്നേ ACP ഫോൺ കട്ട് ചെയ്തില്ലേ? അത് കോള് കട്ട് ചെയ്യുന്ന മുമ്പ് ചോദിക്കണായിരുന്നു. ഞാനാണെങ്കിൽ ചോദിച്ചാന്. എന്നാ നീ ACP വിളിച്ച് ചോദിക്കും. ഞാൻ വിളിക്കാം. എനിക്ക് വിളിയോളം മൂടൊന്നുമില്ല. ACP നമ്മളെ കാണാൻ വിളിക്കുന്നതേ ആരോ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിനാ. ഇനി ആരതിയുടെ കാര്യമാണോ? ആരതിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഇനി എന്ത് മറുപടി പറയും? ആരതിയുടെ കാര്യം ആരവ് മനസ്സ് വെച്ചാലേ നടക്കൂ. ഫോണിൽ വിളിച്ച് ആരതിയുമായി സംസാരിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അനു ഇവിടെ കൂടെ ഇല്ല. അനു ആരവിനെ കൊണ്ട് പോയിരിക്കല്ലേ. അനു എന്തിനാ ഇത് ചെയ്തത്? മുമ്പ് ഒരിക്കലും അനുവിനെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ കണ്ടിട്ടില്ലല്ലോ. അവള് നമ്മളെ വിട്ട് എങ്ങോട്ടും പോകാറുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അനു എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് കത്തിൽ എഴുതി വെച്ചിരിക്കല്ലേ? കത്തിലെഴുതിയ കാര്യം സമ്മതിച്ചു. എന്നാ പിന്നെ ആരവിനെയും കൊണ്ടുപോയ സ്ഥലം പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? അവരന്വേഷിച്ച് നമ്മളിങ്ങനെ ആരെയും തിരി നടക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. ACP കാണാൻ എങ്ങനെ പോവും? 5 പേരും കൂടെ ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നെ? അനുവിനെ പറ്റി ചോദിച്ചാ എന്ത് പറയും? ആരവിന്റെ വിഷയമാണോ ആരതിയെ പറ്റി ചോദിക്കാനാണോ ACP വിളിപ്പിച്ചതെന്ന് അറിയില്ലല്ലോ. എനിക്കൊരു ഡൗട്ട്. ഇനി നിനക്കെന്താ ഡൗട്ട്? അനു നമ്മുടെ കൂടെ ഇല്ലെന്ന് ACP അറിഞ്ഞു കാണുമോ? അവളുടെ മിസ്സിംഗ് കേസ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് അതിനെപ്പറ്റി ചോദിക്കാനാണോ വിളിക്കുന്നേ? ഈശ്വര, കുഴപ്പമായല്ലോ. അനു, ഇവിടുന്ന് തിരിച്ചു വന്നാൻ എന്തേലും വഴി കണ്ടിട്ടുണ്ടോ? അതിനെപ്പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. അമ്മയെങ്കിലും CCTV ക്യാമറയിൽ നോക്കാൻ സാധ്യതയുണ്ട്. ക്യാമറ ഓഫാക്കാൻ ഞാൻ മറന്നുപോയി. ക്യാമറയിൽ അവർ നിന്നെ കാണുമെന്ന എന്റെ പേടി. അക്കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട. നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ എല്ലാ ക്യാമറകളും ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ആണോ? അതെന്തായാലും നന്നായി. എന്നെ കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളും ഉണ്ടല്ലോ. അല്ല, ക്യാമറ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോ തന്റെ അമ്മയെങ്കിലും കണ്ടുപിടിക്കില്ലേ? എന്തായാലും പുറത്ത് പോയല്ലേ പറ്റൂ. ഒരുമിച്ച് ഇറങ്ങാനും പറ്റില്ല. ആദ്യേ നിന്നെ ഞാൻ പുറത്ത് കിടത്താം. അല്ല, അപ്പോ ക്യാമറ? ആ സമയത്ത് ക്യാമറയിൽ ഞാൻ ഓഫാക്കിയിടാം.